നമസ്കാരം. നമുക്കിപ്പോൾ ടെസ്റ്റ് സ്റ്റോക്കിൻ്റെ സൈറ്റ് നമുക്ക് TRC20 ആയിട്ട് വിഡ്രോ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് വിഡ്രോ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ TRC20 എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ടെസ്റ്റ് സ്റ്റോക്ക് TRC20, അതിൽ വിഡ്രോ നൗ എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ വാലറ്റിലുള്ള എമൗണ്ട് എത്രയാണ് ബാലൻസ് ഉള്ളത് കൊടുക്കാം. ഞാൻ ഇവിടെ 300 കൊടുക്കുന്നുണ്ട്. കൺഫേം കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്കിവിടെ റിസീവ് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യണം. വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം നമുക്കിവിടെ നിലവിലിപ്പോൾ BP20 ആണ് ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ ലോഗോ ഇതൊക്കെ ഉള്ളത്, പ്രൈസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ TRC20 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ TRC20 വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ ഏറ്റവും മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ പ്ലസ് ചിഹ്നം മുകളിൽ കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സംഭവം വരും, ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം വരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോറിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ടോക്കൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഈ TRC20 കോൺടാക്ട് അഡ്രസ്സ് വെച്ചിട്ട് ഇവിടെ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ട്രോൺ സ്കാൻ അടിച്ചു കൊടുക്കുക. ട്രോൺ സ്കാൻ അടിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് വരും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ട്രോൺ സ്കാൻ ഇവിടെ ഓപ്പൺ ആയി. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ബാറിൽ അപ്പെക്സ് ടോക്കൺ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് വരും അപ്പെക്സ് ടോക്കൺ TRC20. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോയിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണും, നമ്മൾ ടോട്ടൽ സപ്ലൈ കാര്യങ്ങൾ കാണും. അപ്പോൾ ഇവിടെ കോൺടാക്ട് അഡ്രസ്സ് എന്ന് കാണും, അത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് വരാം. ട്രസ്റ്റ് വാലറ്റിലെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. നെറ്റ്വർക്ക് നമ്മൾ ടോൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ TRC10 TRC20 എന്നാണ്, TRC20 ആക്കി കൊടുക്കുക. നമ്മൾ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നെയിം കൊടുക്കുക, അപ്പെക്സ് ടോക്കൺ കൊടുക്കുക. സിമ്പിൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ APX എന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഡിസിമൽസ് എന്ന് കാണും, അവിടെ 18 എന്ന് കൊടുക്കാം. ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാത്ത കോയിനുകളൊക്കെ നമ്മളിവിടെ അങ്ങനെ ഇമ്പോർട്ട് ചെയ്തെടുക്കലാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത് വരും. ഇനി ഇതിൽ റിസീവ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എക്സിൻ്റെ സൈറ്റിലേക്ക് വരണം. സൈറ്റിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ റിസീവ് എന്നുള്ള കൊടുത്ത് നമ്മൾ ആ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. സെൻഡ് OTP കൊടുക്കാം. മെയിലേക്ക് OTP വന്നിട്ടുണ്ടാവും, അത് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. OTP അടിക്കുക, സബ്മിറ്റ് വിഡ്രോവൽ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് സബ്മിറ്റായി. ഓക്കെ, ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ട്രസ്റ്റ് വാലറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 878 ടോക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വിഡ്രോ അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30% ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസിലാണ് 30% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നമുക്ക് കോയിൻ കിട്ടുന്നത്. അപ്പോൾ ഇത് പിന്നെ ട്രോൺ ലിസ്റ്റായി വരുന്ന സമയത്ത് ആ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. അപ്പോൾ മാക്സിമം ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിഡ്രോ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിഡ്രോ ഓപ്ഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ വിഡ്രോ ഓപ്ഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആണെന്നുള്ളത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്ത് വെക്കാം. നമുക്ക് ഇതിന് മുന്നേ അപ്പെക്സ് ടോക്കൺ BP20 ഉണ്ടായിരുന്നത് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ എടുത്ത് കളഞ്ഞു. പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പോൾ കൂടിയ വിലക്കാണ് നമ്മൾ വാങ്ങിയിരുന്നത്. അപ്പോൾ അന്ന് നമുക്ക് 10 സെൻറ്റിനും അതുപോലെ തന്നെ 20 സെൻറ്റിനും 14-15 സെൻറ്റിനൊക്കെ വാങ്ങാൻ പറ്റിയിരുന്നു. ഇപ്പോൾ കൂടിയ വിലക്കാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ആളുകൾ ഇത് യൂട്ടിലൈസ് ചെയ്യാം. ഇതിൻ്റെ കോൺടാക്ട് അഡ്രസ്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് അഡ്രസ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, അതുപോലെ തന്നെ കമൻറ്റിലും കൊടുക്കാം. ഓക്കെ, താങ്ക് യു.